ഹേയ് ഹായ് ഇറ്റ്സ് മീ മുർഷിദ. സോ ഇന്ന് നമുക്ക് എൻ്റെ കസിൻസിനെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് കസിൻസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമോഷനാണ് എനിക്ക്. ആൻഡ് ഓൾസോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ദാറ്റ് ഈ വീഡിയോസ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡേ എന്നുള്ളതാണ്, വിഷ്വൽസാണ് വിത്ത് ദം. ഭയങ്കര രസമായിരുന്നു. നമ്മൾ സംസാരിച്ച് ഒരു ദിവസം ഉറങ്ങൂല എന്നുള്ളത്, ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൈൻഡ് ഓഫ് നോർമലാണ്. ഉറങ്ങാണ്ട് ആൻഡ് അതർ ഡേ ഇവർ പോയ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കൈൻഡ് ഓഫ് ഭയങ്കര എം ടി ഫീലൊക്കെ തോന്നിയിട്ട് വിഷമമായിരുന്നു. അയ്യോ ഇവർ പോയല്ലോ, ഇനി എന്നാ അങ്ങനെ കൂടാന്നൊക്കെ ആലോചിച്ചിട്ട്. ബട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എന്തായാലും കൂടും. ബിക്കോസ് ഇറ്റ് ഈസ് അസ്. നമ്മളെന്തായാലും കൂടാണ്ട് ഇരിക്കൂല. ഞങ്ങൾക്ക് കൂടാണ്ട് ജീവിക്കാൻ കഴിയൂല. അങ്ങനെയാണ്. അറ്റ്ലീസ്റ്റ് 6 months ഒരിക്കലെങ്കിലും ഞങ്ങൾ കൂടാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഈ ബഞ്ച് ഓഫ് പീപ്പിളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമല്ലോ, ഫസ്റ്റ് ഗ്യാങ് എന്നൊക്കെ പറയുമല്ലോ. എനിക്കറിയില്ല ഞങ്ങൾ ബോണ്ട് എന്ന് തുടങ്ങിയതാന്നുള്ളതൊന്നും. ഐ കാൺ ടെൽ യു ബിക്കോസ് ഐ ഡോണ്ട് നോ. ഞാൻ വളരുമ്പോൾ തൊട്ട്, എൻ്റെ ചെറുപ്പം തൊട്ട് കാപ്പൻ ഹൗസിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഒളിച്ചിരിക്കുകയും ഉമ്മ കാണാണ്ട്, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ ഹോം. അങ്ങനെ നിൽക്കുമായിരുന്നേ. സോ ഫ്രം ദർ ഐ ബിഗിൻസ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 2, 3, 4 വയസ്സുള്ളപ്പോൾ തൊട്ട് വി ആർ ടുഗെദർ. ഞങ്ങൾ അന്ന് തൊട്ടേ ഒരു ഗ്യാങ് ആണ്. പക്ഷെ ആ സമയത്ത് നമുക്കിടയിൽ കുഞ്ഞു കുഞ്ഞു കുറുമ്പും ദേഷ്യവും പിണക്കും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സോ ടുഡേ എനിക്ക് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെക്കേഷൻ ടൈം, നമ്മളുടെ ബിക്കോസ് അതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുമെന്നൊക്കെ തോന്നലുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ദാറ്റ് ഹിയർ. സോ ഐ ക്യാൻ ലിസൺ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഐ യൂസ് ടു ബി ലൈക്ക് ദാറ്റ് എന്നുള്ളതൊക്കെ എനിക്കിങ്ങനെ അറിയാലോ. ഐ മീൻ എനിക്ക് തന്നെ ഇങ്ങനെ കേൾക്കാമല്ലോ, എന്ത് രസമാണ്. ഓക്കെ, നമ്മളുടെ വെക്കേഷൻ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, ഒരു വെക്കേഷൻ്റെ ഒരു 1 week മുമ്പ് ഉമ്മാൻ്റെ കൂടെ എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ കാപ്പൻ ഹൗസിലെത്തും. ആൻഡ് ജിൻഷ ഉണ്ടാവും അവിടെ, ജിൻഷ റീനു ഉണ്ടാവും അവിടെ. എന്നിട്ട് ഞങ്ങൾ എഴുതി വെക്കും, ഒരു ബുക്കിൽ എഴുതി വെക്കും, ഇത്ര ദിവസം നമ്മൾ ഇവിടെ നിൽക്കും, ഇത്ര ദിവസം. ആദ്യം കാപ്പൻ ഹൗസിലായിരിക്കും ഒബ്വിയസ്ലി. ഒരു 2-3 days കാപ്പൻ ഹൗസിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1 monthനുള്ള ഒരു സാധനം ഞങ്ങളെ കയ്യിൽ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഞങ്ങൾ എഴുതി വെക്കുമായിരുന്നേ. പക്ഷെ അതുപോലെ ഒന്നും നടക്കൂല. ബട്ട് സ്റ്റിൽ വി യൂസ് ടു പ്ലാൻ ആൻഡ് റിട്ടേൺ എവറിത്തിങ്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തുടങ്ങാമെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്താലും പിറ്റത്തെ ദിവസമായിരിക്കും പിന്നെ ആരെങ്കിലും കാപ്പൻ ഹൗസിൽ എത്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തന്നെ ബസ് കയറ്റിയാലാണല്ലോ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവാം. സോ വരും. നമ്മൾ 2 ദിവസം 2-3 ദിവസം കാപ്പൻ ഹൗസിൽ നിൽക്കും. കാപ്പൻ ഹൗസിൽ നിൽക്കുമ്പോൾ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ മാങ്ങ ഉണ്ടായിരുന്നേ. ഫ്രണ്ടിൽ തന്നെ ഒരു മാവ് ഉണ്ടായിരുന്നു, വലിയ മാങ്ങ, വലിയ മൂച്ചി ഉണ്ടായിരുന്നേ. അപ്പോൾ എപ്പോഴും അധിക ദിവസവും നമ്മൾ രാവിലെ, ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ മാങ്ങ വീഴുന്ന സമയമാണല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ പോയിട്ട് മാങ്ങയൊക്കെ എടുത്ത് പെറുക്കി വരുമായിരുന്നു. അതേപോലെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു മെമ്മറിയാണ്, അവിടെ പറങ്കിമരം ഉണ്ടായിരുന്നു. കുറച്ച് അറ്റത്തായിട്ട്, കുറച്ച് ദൂരെയൊക്കെ ആയിട്ട് ഒരു പറങ്കിമരം ഉണ്ടായിരുന്നു. ആ പറങ്കിമരത്തിൽ കയറും. എന്നിട്ട് ജിൻഷ എന്നൊക്കെ പറയുന്നത് കുറച്ച് വലുതാണ്, അതിൻ്റെ താഴെയാണ് റിനു ഷിനു ഒക്കെ ഉള്ളത്. എന്നിട്ട് ജിൻഷക്കും ഞങ്ങൾക്ക് വേറെ കുറേ സ്വകാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കും. ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു അവിടെ. ബട്ട് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അന്ന് അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ മീൻസ് അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയായിരുന്നു സംഭവം. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അന്നും ഞങ്ങൾ ഉറങ്ങുമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ബിഗിനിങ്, അതായത് നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. ബട്ട് ഒരു 8-8ാം ക്ലാസ് തൊട്ടൊക്കെ ഉള്ള ഈ പോക്കിനൊന്നും ഞങ്ങൾ ഉറക്കമൊക്കെ പോയിക്കുന്നു. ഉച്ചക്ക് വരെയാണൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് രാവിലെ ഉറങ്ങും, എന്നിട്ട് ഉച്ച വരെ ഉറങ്ങും, ആ രീതിയിലായിരുന്നു. ആൻഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ സ്ഥലത്തും അങ്ങനെ കാപ്പൻ ഹൗസ് ഇസ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ. അത് നമുക്ക് എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് മൂത്തമ്മാടെ പോവും, പറങ്ങോടത്ത് പോവും. പറങ്ങോടത്ത് എനിക്കെപ്പോഴും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ മൂക്കുപൊടി കൊണ്ട് കളിക്കുന്നത്. അവിടെ ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റ് ആരോ സ്കൗട്ട് ആൻഡ് ഗൈഡത്തെ ഒരാളുണ്ടായിരുന്നു നമ്മളെ കൂട്ടത്തിൽ. എന്നിട്ട് നമുക്ക് അതിൻ്റെ എക്സസൈസൊക്കെ പറഞ്ഞു തന്നത്, ആൻഡ് മേലെ ഇരുന്ന് നമ്മൾ ഡാൻസ് കളിക്കുന്നത്, ഇങ്ങനത്തെ കുറേ മെമ്മറീസ് ഉണ്ട്. ആൻഡ് കുളപ്പുറം നമുക്ക് മെയിനായിട്ട് കുളമാണ്.
ഓണം വെക്കേഷനാണ് കുളപ്പുറത്തെ മെയിൻ എന്ന് എനിക്ക് എപ്പോഴും തോന്നാൽ. ഓണം വെക്കേഷന് പോയാൽ അവിടെ കുളത്ത് കുളിക്കാലോ എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. പിന്നെ പിന്നെ എല്ലായിടത്തും ഉള്ള വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് വി ആർ ടുഗെദർ എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ ഞങ്ങൾ ഫിലിം കാണും, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടാവും, ഗെയിം കളിക്കുന്നുണ്ടാവും, വേറെവർ ഇറ്റ് ഈസ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ടാവും. ബട്ട് ദർ ആർ സംതിങ് സ്പെഷ്യൽ ടു ഈച്ച് ആൻഡ് എവറി പ്ലേസ് എന്നാണല്ലോ. അപ്പോൾ കുളപ്പുറം കഴിഞ്ഞ് ആമിൻ്റെ വീട് കൈൻഡ് ഓഫ് ഞങ്ങൾക്കൊരു ഫ്രീഡം കിട്ടിയ പോലുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ എന്തായാലും യൂണിവേഴ്സിറ്റി പാർക്കിൽ കൊണ്ടുപോകും. പിന്നെ അവിടുത്തെ ടെറസിലിരിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ ടെറസിലിരുന്ന് കുറേ നേരം സംസാരിക്കും. അന്ന് പണ്ട് അവിടെ TV ഒക്കെ ടെറസിൻ്റെ സൈഡിലായിരുന്നേ, ഏറ്റവും മേലല്ല അതിൻ്റെ താഴെ ടെറസിൻ്റെ അവിടെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ TV കാണും, അവിടെ ഇരിക്കും, അവിടുന്ന് വർത്താനം പറയും, പുറത്തേക്ക് നോക്കിയിരിക്കും. നല്ല രസമുള്ള വ്യൂ ഒക്കെ അതിന്, ഇപ്പോഴും വ്യൂ നല്ല രസമാണ്. പിന്നെ മെയിനായിട്ട് TV കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കോയിച്ചനാണ്. കോയിച്ചനെ പോയാൽ ഞങ്ങൾ TVൻ്റെ മുമ്പിൽ നിന്ന് എത്ര സമയമാണെന്നറിയോ, രാത്രിയും രാവിലെയൊക്കെ രാവിലെ ആവോളം ഇരുന്ന് TV കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാണുമായിരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ. ആൻഡ് ഊരത്തുള്ള ചെറുപ്പത്തിലുള്ള മെയിൻ സാധനം എന്ന് വെച്ചാൽ, ഊരത്ത് മേലേക്ക് ഇങ്ങനെ കുറേ നടന്നു പോയാൽ ഒരു കയറ്റാണ്. ആ കയറ്റത്ത് നമ്മളാണ്ട് ഓടാൻ തുടങ്ങും. ഓടി നമ്മൾ താഴത്ത് ഭയങ്കര രസം, നമുക്ക് ബ്രേക്കില്ലാത്ത ഓട്ടമായിരിക്കുമേ. അങ്ങനെ ഒരു ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്, ജിൻഷ നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് ഒരു തെങ്ങ് പിടിക്കണം. ജിൻഷക്ക് ആ തെങ്ങ് കിട്ടിയില്ല, ജിൻഷ താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദർ ആർ എവ്രിവർ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ചോല, കുളം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ എനിക്കറിയാം, നമുക്ക് ജീവിതകാലം മൊത്തം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് ഉണ്ടാവും. ആൻഡ് ദർ ഇസ് എ സ്പെഷ്യൽ സ്റ്റോറി വിച്ച് ഈസ് കോൾഡ് ഫ്രഷി സ്റ്റോറി. ഞങ്ങൾ അങ്ങനെയാണ് പറയാറുള്ളത്. പൂച്ചിപ്പ വാസ് വെരി സ്ട്രിക്റ്റ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതായത് ഞങ്ങൾ ഏതെങ്കിലും ചെക്കനെ നോക്കിയാൽ എന്തിനാ ചെക്കനെ നോക്കിയേ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു പൂച്ചിപ്പയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വേറെ ആരെ പേടിയില്ലെങ്കിലും പൂച്ചിപ്പാൻ ആ സമയത്ത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. സോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പൂച്ചിപ്പ. ഞങ്ങളെ ഒരു ഫ്രണ്ട് ഉണ്ട്, റാമിഷ് എന്ന് പറയും. റാമിഷ് ഫ്രഷിക്ക് ഞങ്ങൾ കൂടെ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ്, ഐ ഡോണ്ട് നോ ഞങ്ങൾ എന്തിനാ അന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നത്, അത് എന്തിനും ഇത്ര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതെന്നൊന്നും അറിയില്ല. ഹീ കെയിം വിത്ത് അസ് ഫ്രഷിലോട്ട് വന്ന് പൂച്ചിപ്പ ഭയങ്കര സീനാക്കി. ഈവൻ പൂച്ചിപ്പക്ക് ഇപ്പോഴും അറിയുമെന്ന് അറിയില്ല, ഫ്രഷിയിൽ അന്ന് റാമിഷ് ഞങ്ങളെ കൂടെ ചായ കുടിക്കാണ്ടേനോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാണ്ടേനോ എന്നുള്ളത് പൂച്ചിപ്പക്ക് അറിയുമെന്നുള്ളത് അറിയില്ല. ബട്ട് സ്റ്റിൽ അന്ന് ഭയങ്കര പ്രശ്നമായി, ഞങ്ങൾ കരച്ചിലായി. ആരൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കരഞ്ഞില്ല കേട്ടോ, ആരൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദർ ആർ ലോട്ട്സ് ഓഫ് സ്റ്റോറീസ് ലൈക്ക് ദാറ്റ്. അപ്പം ഞങ്ങളെ വെക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയായിരുന്നു. ഒരു മാസം ഒന്നും നിൽക്കില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 days എങ്കിലും ഞങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ടാവും. 15 days ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ഒപ്പമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഉറങ്ങൂല, ഞങ്ങൾ സംസാരിച്ച് തീരൂല. എത്ര സ്റ്റോറീസ് എനിക്കൊക്കെ ഈ 15 days കഴിഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്ത് അടുത്തത് കൂടുമ്പോഴേക്കും എനിക്ക് കുറേ സ്റ്റോറീസ് പറയണം. ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഈ കഥ പറയണം. അതുപോലെ ജിൻഷിയും റീനും ഷിനും എല്ലാവരും ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കഥ പറയും. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ എവ്രിതിങ് ചേഞ്ച്ഡ്. ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു 2 months കൂടുമ്പോൾ ഞങ്ങൾ കണ്ടേ മോസ്റ്റ്ലി നമ്മൾ 6 months കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളൊന്ന് കൂടുന്നുണ്ടാവും. ബിക്കോസ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു, ഷിനു ഹോസ്റ്റലിലായിരുന്നു, അങ്ങനെ പലരും പല സ്ഥലത്തായിരുന്നല്ലോ എല്ലാവരും. റിജി ഗൾഫിൽ അങ്ങനെയാണല്ലോ. ബട്ട് സ്റ്റിൽ ഇപ്പം ഞങ്ങളിങ്ങനെ കഥകൾ എടുത്ത് വെക്കുക എന്നുള്ളത് കുറവാണെങ്കിലും എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഇമോഷൻസ് ഷെയർ ചെയ്യാനും പൊളിറ്റിക്കലി, റിലീജിയസ്ലി എല്ലാ രീതിയിലുള്ള ചർച്ചകൾക്കും ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് എന്തും അവിടെ ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് എത്ര എന്ത് സംസാരിച്ചാലും ആർക്കും ബോറടിക്കൂല. ആരും പിന്നെ എനിക്ക് തോന്നുന്നു ബോറടിക്കൽ കല്യാണം കഴിച്ച ഒരു അമ്മായിമാരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കഥകൾ സംസാരിക്കുമ്പോഴൊക്കെയാണ് ബാക്കിയുള്ളവർക്ക് ബോറടിക്കുക എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ദേ യൂസ് ടു ലിസൺ അറ്റ്ലീസ്റ്റ്. ബട്ട് ബാക്കി എല്ലാ ടോപ്പിക്കിനും ഞങ്ങൾക്ക് ഇടയിലൊരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾക്ക് ആ ഒരു സ്പേസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും എല്ലാം പറയാനും വേണ്ടിയിട്ടുള്ളൊരു സ്പേസ്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വെരി മച്ച് ലക്ക്, റൈറ്റ്? എപ്പോഴും നമുക്ക് എന്തുണ്ടെങ്കിലും ഏത് സമയത്തും വിളിക്കാം എന്നുള്ളതൊരു ലക്കാണല്ലോ. സോ അൽഹംദുലില്ലാ നമ്മൾ എന്ത് ലക്കിയാന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ തന്നതിന്, ഇങ്ങനെ ഒരു ഫാമിലിയിൽ പഠിച്ചോൻ കൊണ്ടുവന്ന് ഇട്ടതിന്, ഇങ്ങനൊരു
എവ്രിതിങ് അൽഹംദുലില്ലാ പഠിച്ചോൻ എത്ര സ്തുതിച്ചാലും തീരാത്ത അത്ര കുറേ കാര്യങ്ങൾ പഠിച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട് എപ്പോഴും. സോ ദേ ആർ വൺ ഓഫ് മൈ ബ്ലെസ്സിങ്സ് എന്ന് തന്നെ പറയാം. ആൻഡ് ഇങ്ങനെ കുറേ ദിവസം നമുക്കങ്ങനെ അതായത് നമുക്ക് സ്വന്തമായിട്ട് വീട് എന്ന് പറയാനൊന്നുമില്ലല്ലോ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് എൻ്റെ വീട്, എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഒരു റൂമൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അപ്പാർട്ട്മെൻറ്റിൽ കൂടിയതിൻ്റെ വീഡിയോസാണ് ഇതൊക്കെ. എന്ത് രസമായിരുന്നു എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ രാത്രി ചായ കുടിക്കാൻ ഇറങ്ങുന്നു, അവിടുന്ന് കഴിക്കുന്നു, പിന്നെ ഇളനീർ ജ്യൂസ് കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, നമ്മളിങ്ങനെ എല്ലായിടത്തും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സംസാരിക്കാനുണ്ട്. സംസാരിച്ച് തീരാത്തത്ര നമുക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബൈക്കുമ്മേൽ ഇങ്ങനെ എന്തോ അന്ന് നമുക്ക് ഭാഗ്യത്തിന് അഫിത്താത്ത അന്ന് വേറെ എങ്ങോട്ടോ പോയി. അപ്പോൾ അഫിത്താത്താൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു ആൻഡ് എൻ്റെ ബൈക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്ക് എല്ലായിടത്തേക്കും പോകേണ്ടിടത്തൊക്കെ വിചാരിക്കുന്ന പോലെ പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അന്ന് നമ്മളിങ്ങനെ വണ്ടി വന്ന് നിർത്തിയിട്ട് ഞങ്ങൾക്ക് റൂമിലേക്ക് വരണം. അതായത് താഴേന്ന് മേലേക്ക് വരാനുള്ളൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ വരെ ഞങ്ങളുണ്ടല്ലോ ബൈക്ക് അവിടെ നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു. വി ഗോട്ട് സംതിങ് ആൻഡ് വി സ്റ്റാർട്ട് സ്പീക്കിംഗ്. അങ്ങനെ ഷിനുക്ക് എങ്ങാനും ഷി വോണ്ട് ടു ഡൂ സംതിങ് ഫ്രം ദിസ് റൂം. അങ്ങനെ ഞങ്ങൾ എന്താക്കി അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് നമുക്ക് അങ്ങനെ സ്ഥലവും ഇതൊന്നുമില്ല. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദർ ഈസ് വൺ തിങ് വെരി ബ്യൂട്ടിഫുൾ ദാറ്റ് നമ്മളുണ്ടല്ലോ ചെറുപ്പത്തിൽ കല്യാണം പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഐ യൂസ് ടു കോൾ ഷിനു, ഐ യൂസ് ടു കോൾ ജിൻഷ, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഞങ്ങൾ വിളിക്കുമായിരുന്നത്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നു ഏത് ഡ്രസ്സാണ് ഇടുന്നത്, ഏത് ഡ്രസ്സാണ് ഇടുന്നത്. ആൻഡ് ഐ യൂസ് ടു വെയർ സെയിം കളർ, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം സെയിം ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടായിരുന്നു. ആൻഡ് ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾ ഇടാത്ത ഡ്രസ്സായിരിക്കുമല്ലോ നമ്മൾ ഇടുന്നുണ്ടാവുക. ബട്ട് ദാറ്റ് ടൈം വി ഹാഡ് ദാറ്റ് ക്രേസിനെസ്. അവരെന്താണോ ഇടുന്നത് അതേപോലെ നമുക്ക് ഇടാം. നമ്മൾ ഭയങ്കര അതുപോലെ തന്നെ ഒരേപോലെ മേക്കപ്പ് ചെയ്യുക. റിജി ഗൾഫിൽ നിന്ന് വന്നാൽ റിജിൻ ജിൻഷി ഇങ്ങനെ പ്ലാൻ ചെയ്യും. നമ്മൾ ഒരേപോലെ മേക്കപ്പ് ചെയ്യും, നമ്മൾ ഒരേപോലെ ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. അങ്ങനെ ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ ഞാനും ഓരോ കൂട്ടത്തിൽ കൂടും. പക്ഷേ ദേ യൂസ് ടു ഡു സം കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് മീ. ബട്ട് സ്റ്റിൽ ആ സമയം എന്ത് രസമായിരുന്നല്ലേ, എന്തൊരു അടിയായിരുന്നു. ഷിനും നിധിയും ഞാനും ജിൻഷി അധികം ഒരേ ഗ്യാങ്ങായിരുന്നു. ഞങ്ങൾ രണ്ടാളും അങ്ങനെയൊന്നും തെറ്റലില്ലായിരുന്നു. ബിക്കോസ് നമ്മൾ ഒപ്പം വളർന്ന് ഒപ്പം ജനിച്ച് അങ്ങനെ ചെയ്തവരാണ്. ഒരു മാസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. ആൻഡ് റിജി ഗൾഫിലായിരുന്നു. അപ്പം നമ്മൾ രണ്ടാളുമായിരുന്നു എല്ലാം ഒപ്പം ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഭയങ്കര ഒന്നായത്. അതുവരെ ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു ഗ്യാങ്ങാണ്, ഞങ്ങളുണ്ട്, എല്ലാം ഞങ്ങളുടേതാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഭയങ്കര ഫീലിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലൊക്കെ നിന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടം, ഭയങ്കരമായിട്ട് ഭയങ്കര ഇമോഷണൽ സാധനം എല്ലാവരോടും ഒരുപോലെ വന്നതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ. അതുവരെ എനിക്ക് ഏറ്റവും ഇമോഷണൽ സാധനം ഉണ്ടായിരുന്നത് ജിൻഷനോടൊക്കെ ആയിരുന്നു തോന്നുന്നത്. ബിക്കോസ് ഷീ ഈസ് മൈ ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ്ലി അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ എനിക്ക് റിയലൈസ് ഇവരൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡാണ്. ഞാൻ വളർന്ന് വരുമ്പോഴേ ഇവരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. വേറൊരാളും കൂടി ദിന എന്ന് പറയുന്ന 2 പേരും കൂടി ഉണ്ടായിരുന്നു ഞാൻ വളർന്നു വരുന്ന സമയത്ത്. അവർ പഠിച്ചുകൊണ്ട് അടുത്തോട്ട് പോയി. പക്ഷേ ആ സമയത്ത് അപ്പം ഞാനിപ്പോഴും ആലോചിക്കും അവരൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡായിരുന്നു. അതായത് ജിൻഷ, റിനു, ഷിനു, നിത, നീനു, റിജി, പിന്നെ ദിന. നമ്മളൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നു. ഇപ്പോൾ ദിന, റിജിയൊക്കെ ഗൾഫിൽ നിന്ന് വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ശരിക്കും ഐ വാസ് ലിറ്ററലി ഹാപ്പി. ആ സമയത്തും ഒരു ഗൾഫിൽ നിന്ന് വന്ന് എന്നിട്ട് ഞാൻ ഓട്ടോയിൽ വരുമ്പോൾ റിജിയൊക്കെ ചെങ്ങാഴ്ചി എന്നൊക്കെ വിളിച്ചിട്ട് വെൽക്കം ചെയ്യായിരുന്നു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ എവ്രിതിങ്. ഐ ഡോണ്ട് വോണ്ട് ടു ഫോർഗോട്ട് ഓൾ ദോസ് മെമ്മറീസ്. അതെന്നും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേണമായിരുന്നു. ബിക്കോസ് ദേ ആർ സോ മച്ച് ടു മീ, ദേ ആർ എവ്രിതിങ് ടു മീ. ഇവരില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ചൈൽഡ്ഹുഡ് കുറച്ചൊക്കെ ഭയങ്കര എന്തായിരിക്കും എന്നറിയാം, ഭയങ്കര എംപ്റ്റി ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നു. അത്രയും രസമായിരുന്നു നമ്മളെല്ലാവരും കൂടിയുള്ള ഓരോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ചിലപ്പോൾ അടുത്തുള്ള സ്ഥലമായിരിക്കും, ബട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ വി ഫെൽ ലൈക്ക് വി ആർ ഡൂയിങ് സം അഡ്വെഞ്ചർ ആൻഡ് വി ആർ ഞങ്ങൾ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാണ് എന്നുള്ളതൊക്കെ നമുക്ക് തോന്നിയിട്ട് വി യൂസ് ടു ഡു ലോട്ട്സ് ഓഫ് തിങ്സ്. അതായിരുന്നു നമ്മളെന്ന് പറയുന്നത്. ദർ ആർ ലോട്ട്സ് ഓഫ് ക്രേസിനെസ് ദാറ്റ് വി ഹാവ് ആൻഡ് ദാറ്റ് ഈസ് മേക്കിംഗ് അസ് ഞങ്ങൾ എന്നുള്ള നമ്മൾ എന്നുള്ള ആ ഒരു ബോണ്ട് ഞങ്ങളിതിൽ വരുന്നത് ഇങ്ങനത്തെ കുറേ ക്രേസിനെസ് കൊണ്ടായിരിക്കും. ദാറ്റ് ഈസ് അസ്. ആൻഡ്
ഐ ലവ് യു ഗൈസ്, ഐ റിയലി റിയലി ലവ് യു. ഐ ഡോണ്ട് നോ നിങ്ങളാരും ഇത് കാണാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇത് കേട്ടിട്ട് ഞാനിങ്ങനെ അവൻ ഞങ്ങൾക്കൊക്കെ അയച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് എന്നും എന്നും എനിക്ക് ഈ മെമ്മറീസ് എപ്പോഴും ഹാപ്പി ആയിട്ടും എന്നും ഇതിലുള്ള ഓരോ മെമ്പേഴ്സും എൻ്റെ സ്വന്തമായിട്ടും ഫീൽ ചെയ്യാൻ